ഹലോ ഗൈസ്, ഞങ്ങളൊന്ന് പൂന്താനം അമ്പലത്തേക്ക് പോവാണ്. അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളൊക്കെ ലീവല്ലേ, അപ്പൊ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ അച്ഛൻ്റെ ഓട്ടോയിലാണ് പോയത്. അപ്പൊ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തേക്ക് നടക്കുകയാണ്. അപ്പൊ ഗൈസ്, ഇതാണ് പൂന്താനം അമ്പലം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലം ചുറ്റും വലം വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് കയറിയത്. പിന്നെ ഗൈസ്, ഇതാണ് പൂന്താനത്തെ അമ്പലക്കുളം. കുളത്തിൽ വന്നിട്ട് കാലൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് അമ്പലത്തേക്ക് കയറാറ്. നല്ല പ്രകൃതി ഭംഗിയാണ് ഗൈസ് ഇവിടെ. പിന്നെ ഞങ്ങൾ കാലൊക്കെ കഴുകി അമ്പലത്തിൽ തൊഴുകാൻ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. അവിടെ മഞ്ചാടിക്കുരു ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം അത് വാരണം എന്ന് പറഞ്ഞപ്പോ അതിൽ പൈസ ഇട്ടിട്ട് അച്ഛനും ആദ്യം കൂടെ മഞ്ചാടിക്കുരു വാരിട്ടോ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പോരുന്ന വഴിക്ക് കുറേ തെച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് പൂന്താനം ഇല്ല ഉള്ളത്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് പൂന്താനം ഇല്ലത്തിൻ്റെ ഗേറ്റ്. ഗേറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് വരാൻ പറ്റുക. ഗേറ്റ് കഴിഞ്ഞിട്ട് 100 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ 10 മണി മുതൽ 1 മണി വരെയും 2 മണി മുതൽ 5 മണി വരെയാണ് കേട്ടോ സന്ദർശന സമയം. ഒരുപാട് ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ഗേറ്റ് കടന്നൊരു 100 മീറ്റർ പോകണം കേട്ടോ ഇല്ലത്തിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. 2 സൈഡിലും പൂളത്തോട്ടമൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. ഭയങ്കര പ്രകൃതി ഭംഗിയാണ്. ഇല്ലത്തേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇല്ലത്തിൽ എത്തിയിട്ടുണ്ട്. ഇടതുവശത്തുള്ളതാണ് പടിപ്പുര. പണ്ടത്തെ പടിപ്പുരയാണ്. അതിൽ കൂടെയായിരുന്നു ആദ്യമൊക്കെ പോയത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള റൂട്ടിലൂടെയാണ് പോവല്. ഞങ്ങൾ ആ പടിപ്പുരയൊക്കെ ഒന്ന് കണ്ടു. ഏകദേശം ഒരു 500 വർഷം പഴക്കമുണ്ട് കേട്ടോ ഇല്ലത്തിന്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇല്ലത്തെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് കുട്ടികളൊക്കെ എഴുത്തിനിരുത്താറ്. എഴുത്തിനിരുത്തുന്ന ദിവസം കുറേ ആൾക്കാരുണ്ടാവും ഗൈസ്. ഇനി അനിയന്മാർ ഇവിടെ നിന്നാണ് എഴുത്തിനിരുത്തിയത് കേട്ടോ. ഒരുപാട് ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. ഇവിടെ ഏകദേശം 500 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൃഷ്ണന്റെ വിഗ്രഹമുള്ള അവിടെയാണ് പൂന്താനം നമ്പൂതിരി സ്വർഗാരോഹണം ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഗൈസ്, പൂന്താനം ഇല്ല കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കാണണം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്.